ഈജിപ്തിൻ്റെ വിജയചരിത്രം ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഖിലാഫത്തിൽ നമ്മൾ വായിച്ചിട്ടുണ്ടെങ്കിൽ അംർ ബിൻ ആസ് റളിയല്ലാഹു തആലാവിൻ്റെ കഴിവും മികവും നമ്മൾ വലിയ അളവിൽ വായിക്കും. ഈ അംർ മരിക്കാൻ കിടക്കുകയാണ്. എല്ലാവരോടും മരണം വർണ്ണിച്ചു തരൂ എന്ന് പറയാറുണ്ടായിരുന്ന അംർ മരണക്കിടയിൽ കിടക്കുമ്പോൾ മകൻ അബ്ദുല്ലാഹി ബിൻ അംർ ചെന്നിട്ട് ചോദിക്കുകയാണ്, വാപ്പ സിഫ് ലി അൽ മൗത്ത്, മരണം എനിക്കൊന്ന് വിശദീകരിച്ചു തരൂ എന്ന്. അപ്പോഴാണ് കരുത്തനായ ശക്തനായ സംസാര ശേഷിയുള്ള ബുദ്ധി കൂടെയുള്ള മരണത്തോടടുത്ത അംർ പറയുന്നത്, യാ ബുനൈ ഇന്നൽ മൗത്ത് അഅ്ളമു മിൻ അൻ യൂസഫ്, മകനെ മരണം വിവരിക്കാൻ കഴിയുന്നതിനേക്കാളൊക്കെ എത്രയോ ഗൗരവപ്പെട്ട വിഷയമാണ്. മരണം ഒരാൾക്ക് വിവരിക്കാൻ കഴിയുന്നതിനേക്കാളൊക്കെ ഗൗരവപ്പെട്ട വിഷയമാണ്. അതേ മരണത്തോട് അടുക്കുകയാണ്. മലക്കുൽ മൗത്തിനെ വിളിപാടകലെ അദ്ദേഹം കേൾക്കുന്നുണ്ട്. ആ സമയമാണ് അംർ ബിൻ ആസ് റളിയല്ലാഹു തആല അൻഹു മരണത്തെ വർണ്ണിക്കാൻ പ്രയാസമാണെന്നുള്ളത് അറിയിക്കുന്നത്. എന്നിട്ട് അദ്ദേഹം പറയുന്നത്, യാ ബുനൈ വല്ലാഹി ലക അന്ന അലാ കതിഫയ ജബലൈ റദ്വ വതിഹാമ വകഅന്ന റൂഹി തഖ്റുജു മിൻ സുഖദി ഇബ്ര വകഅന്ന ഫീ ജൗഫി ശൗഖു ഔസജ് വകഅന്ന സമാഅ അത്ബഖത് അലൽ അർദി വഅന ബൈനഹുമാ എന്ന്. എന്താ മരണവേളയിൽ അദ്ദേഹത്തിൻ്റെ അവസ്ഥ? അദ്ദേഹം സക്രാത്തിലേക്ക് അടുത്തിട്ടില്ല, സക്രാത്ത് അദ്ദേഹത്തിൽ വന്നിട്ടില്ല, അതിനോട് അടുക്കുന്നേ ഉള്ളൂ. സംസാരിക്കാൻ അദ്ദേഹത്തിന് പറ്റുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, പൊന്നുമകനെ, എൻ്റെ രണ്ട് മുതുകിലും റദ്വ പർവ്വതവും തിഹാമ പർവ്വതവും കെട്ടിത്തൂക്കിയതുപോലെയാണ്. അത്ര ഭാരം ഞാൻ അനുഭവിക്കുന്നു. വകഅന്ന റൂഹി തഖ്റുജു മിൻ സുഖദി ഇബ്ര, ഒരു സൂചിയുടെ സുഷിരത്തിലൂടെ ദ്വാരത്തിലൂടെ എന്ന പോലെയാണ് എൻ്റെ റൂഹ് പുറത്തു വരുന്നത്. ഇപ്പോൾ എനിക്ക് ശ്വസിക്കാൻ കഴിയണില്ല. ഒരു സൂചിയുടെ ദ്വാരത്തിൽ എൻ്റെ റൂഹ് പുറത്തു പോകുന്നത് പോലെ തിങ്ങിക്കെട്ടി പ്രയാസകരാണ്, എനിക്ക് ശ്വസിക്കാനാവുന്നില്ല. വകഅന്ന ഫീ ജൗഫി ശൗഖു ഔസജ്, ഔസജ് വൃക്ഷത്തിൻ്റെ മുള്ളുകൾ എൻ്റെ ഉള്ളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വലിക്കപ്പെടുന്നത് പോലെ എനിക്ക് നോവേറുകയാണ്. വകഅന്ന സമാഅ ഖദ് അത്ബഖത് അലൽ അർദ്, വാനം ഭൂമിക്ക് മേൽ തള്ളിയിടപ്പെടുകയും വഅന ബൈനഹുമ, ആ വാനത്തിനും ഭൂമിക്കുമിടയിൽ ഞാൻ ഞെരുങ്ങിയാമരുന്നത് പോലെ ഒരവസ്ഥയാണ് എനിക്കുള്ളത് എന്നാണ് അംർ ബിൻ ആസ് റളിയല്ലാഹു തആല അൻഹു, ഇസ്ലാമിൻ്റെ അംർ, അവിടെ മരണത്തെ വർണ്ണിക്കുകയുണ്ടായി തൻ്റെ മകനോട് എന്നാണ്.